കുഞ്ചി കുഞ്ചിക്ക് കല്യാണത്തിന് എടുക്കാൻ ഈ സാരി പോരെ? കുഞ്ചിക്ക് ഇതൊന്നും വേണ്ട. കുഞ്ചി ഇട്ട ഡ്രസ് തന്നെ മതി. അതാണ് നല്ലത്. കണ്ടോ തക്കടുമാമി, ഞാൻ പറഞ്ഞില്ലേ കുഞ്ചി സാരി ഒന്നും എടുക്കൂലെന്ന്. നമ്മൾ കുഞ്ചിനെ സുന്ദരിയാക്കാൻ വേണ്ടിട്ടില്ലേ ഈ പട്ടുസാരിക്ക് പോയിട്ട് കടയിൽ പോയിട്ട് കൊടുക്കുന്നത്. അതിന് കുഞ്ചിക്ക് ഇതൊന്നും എടുക്കാൻ അറിയില്ല. കണ്ടോ തക്കടുമാമി, കുഞ്ചി പട്ടുസാരി തന്നെ എടുക്കും. ഇത് മഞ്ഞ കല്യാണത്തിനുള്ള മഞ്ഞ സാരിയാണ്. കുഞ്ചിക്ക് അതൊന്നും ഇട്ടിട്ട് ശീലല്ല. കുഞ്ചി ഇട്ട ഡ്രസ് തന്നെ ഇട്ടോളും. അത് മതി മാല ഇടുമ്പോ. കുഞ്ചി ഇറങ്ങാന് നല്ല ഭംഗിയുള്ള പട്ടുസാരിയാണ്. ആ ചുമന്ന കളർ മതി എനിക്ക്. തങ്കമ്മേ, ഇജി മഞ്ഞ സാരി എടുത്തോ. എനിക്ക് ഈ സാരി ഇട്ടാലേ നല്ല ഭംഗി ഉണ്ടാവും. മഞ്ഞ സാരി ഇച്ചൊന്നും ശരിയാകൂല. അതെ കുഞ്ചി ഇട്ടോട്ടെ. കുഞ്ചിയല്ലേ കല്യാണ പെണ്ണ്. അമ്മ, ഈ കുഞ്ചി പറയാനേ സാരി ഒന്നും എടുക്കൂലാന്ന്. കുഞ്ചിക്ക് കുഞ്ചിയുടെ ഡ്രസ് തന്നെ മതിന്ന്. അങ്ങനെയാണെങ്കിൽ ഡ്രസ് ഉണ്ടാവില്ലല്ലോ അമ്മ. കുഞ്ചിനോട് നല്ല സാരി എടുക്കാൻ പറയേ. കുഞ്ചിയെ, ഇജേ ആ സാരി അങ്ങട്ട് ഇടാന്ന് പറഞ്ഞല്ല. നല്ല രസമുണ്ടല്ലോ. കുഞ്ചിക്ക് അതിട്ടാലേ നല്ല രസമുണ്ടാകും. മുപ്പത്തിയിട്ട് പോലും സുന്ദരിയാകും കുഞ്ചി. കുഞ്ചിയെ, ഇജിങ്ങനെ വെറുതെ ചിരിച്ചിട്ടുണ്ട് കുഞ്ചിയെ. കുഞ്ചിക്ക് നമുക്ക് കല്യാണത്തിന് ചോപ്പ് സാരി ഇട്ട് കൊടുക്കാം. അല്ല തങ്കമ്മേ, നമുക്ക് ഇത്തിരി സ്വർണ്ണൊക്കെ വാങ്ങണ്ടേ കുഞ്ചിക്ക്? അതൊക്കെ എന്താ സാധനം? അതൊക്കെ നല്ല സാധനാണ് കുഞ്ചിയെ. നല്ല കാശ് വേണം. എന്താണ് സ്വർണത്തിന്റെ ഒരു വില? അതന്നെയാണ് ഒരു 1-2 പവനെങ്കിലും വാങ്ങണ്ടേ. എത്രങ്ങാനും രൂപയാകും അതിന്? അതൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന്. ഇനിയിപ്പോ അതായിട്ട് നമ്മൾ കുറക്കണം. അതും അടിപൊളിയാക്കണം. നമുക്ക് എല്ലാരും ബാണങ്ങൾ ഒത്തുപിടിച്ചാലും ഒക്കെ നടക്കും. കുഞ്ചി കുഞ്ചി, മഞ്ഞ കല്യാണത്തിന് ഈ മഞ്ഞ സാരി എടുക്കണം. മഞ്ഞ കല്യാണോ? അങ്ങനെ പറഞ്ഞാല് എന്താണ്? അതൊക്കെ ഇവിടെ അങ്ങനെയാണ് കുഞ്ചിയെ. അത് കഴിഞ്ഞിട്ട് പിന്നെ മൈലാഞ്ചി കല്യാണം. അതിന് ഈ പച്ച സാരി എടുക്കണം. എന്നാലേ അങ്ങനെയൊന്നല്ല. ആദ്യം മൈലാഞ്ചി കല്യാണാണ്. അത് കഴിഞ്ഞിട്ടാണ് മഞ്ഞ കല്യാണം. അറിയോ? അപ്പൊ നമുക്ക് തെറ്റി കുഞ്ചിയെ, തെറ്റി. സോറി. അപ്പേ തക്കടുമാമേ, നമുക്ക് ആദ്യം മൈലാഞ്ചി കല്യാണത്തിന് പച്ച സാരി എടുത്തെടുക്കാം. മൈലാഞ്ചി കല്യാണോ? എന്താ അങ്ങനെയൊക്കെ പറഞ്ഞാല്? ഈ കുഞ്ചിക്ക് ഒന്നും മനസ്സിലായില്ല. കുഞ്ചിയെ, ഇവിടെ ഒക്കെ ഇങ്ങനെ ആണത്തരെ. അതക്കാരം ഓല് പറയുന്നത്. വെള്ളത്തിക്കൊന്നും വീഴൂല. മീനോ, ഇത് നേരെ നോക്കിക്കോ, ഞാനൊന്നും വീഴൂല. എടി പെണ്ണേ, അനക്ക് കല്യാണത്തിനിടാൻ പുതിയ ഡ്രസ് ഒക്കെ ഉണ്ടോ? അതിനിപ്പോ നമുക്ക് ഇങ്ങനെ ഒളിഞ്ഞു നിൽക്കാനല്ലേ. അതിനിപ്പോ എന്താ പുതിയ ഡ്രസ് ഒക്കെ? നമ്മളോട് കല്യാണം ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. എടി പെണ്ണേ, നമ്മുടെ വീട്ടിലെ കൂലി കല്യാണം എന്തായാലും പറയാതിരിക്കൂ. അപ്പൊ നമുക്ക് പുതിയ ഡ്രസ് എടുക്കാൻ പോണം. പുതിയ കുപ്പായൊക്കെ വാങ്ങൂലേ? പിന്നെ കുഞ്ചിനും കുഞ്ചിന്റെയും കല്യാണം ഉണ്ടല്ലോ. ഞാനേ അടിപൊളി ഡ്രസ് ഒക്കെ ഇട്ടിട്ട് നിക്ക. തക്കിടുവാവക്ക് ഞങ്ങള് കുപ്പായം കൊണ്ടുവന്ന് തരാം. തക്കിടുവാവയുടെ ആദ്യത്തെ കുപ്പായം ഞങ്ങൾ അവിടെ എടുത്തു വെച്ചുക്കുന്നു. പുതിയ കുപ്പായം വാങ്ങിക്കൊണ്ട് അടിപൊളി ഡ്രസ് ഒക്കെ കിട്ടും ഇവിടെ. അല്ല കുഞ്ചി, ആ സാരി ഇഷ്ടായോ പറ? എങ്ങനെയുണ്ട്? ഇത് എടുത്താലേ കുഞ്ചി നല്ല സുന്ദരിയാവൂലേ? ഈ സാരി എങ്ങനെ എടുക്കാം എന്നൊന്നും ഇച്ച് അറിയൂല. തക്കടുമാവേ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? അതിനല്ലേ ഇവിടെ എത്തിരിങ്ങനെ ആളുണ്ട് കുഞ്ചിക്ക് സാരി എടുത്തരാന്. അയ്യോ, ഈ സാരി കെട്ടാലേ കുഞ്ചിനെ കാണാൻ എന്തൊരു ഭംഗിയിരിക്കും. പിന്നെ കയ്യില് സ്വർണ്ണമണി, കഴുത്തില് സ്വർണ്ണമണി, കാതില് കമ്മലും. എനിക്ക് ഓർക്കാനേ പറ്റണില്ല.
ബ്യൂട്ടീഷ്യനെ വിളിക്കണം. എന്നിട്ട് കുഞ്ചിന്റെ മുഖമൊക്കെ അങ്ങനെ സുന്ദരാക്കണം. പിരികൊക്കെ ത്രെഡ് ചെയ്ത് അടിപൊളിയാക്കണം. കണ്ടോ കണ്ടോ കുഞ്ചി, അങ്ങനെ ചെയ്യണം. നമുക്ക് ഇപ്പൊ തന്നെ മുഖമൊക്കെ ഒന്ന് ഫേഷ്യൽ ചെയ്യാന് വരാന്ന് പറയണം. ചിന്നു ചിന്നു ഇജ്ജേ കുഞ്ചി വർത്താനം പറയുന്ന പോലെ പറയുന്നുണ്ട് ട്ടോ. ഞാനോ പൊയ്ക്ക് പെണ്ണ്, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ട്ടോ. കുഞ്ചി ഒരു കണ്ണാടി ഉണ്ട്, കണ്ണാടിയിൽ ഇങ്ങനെ നോക്കിയാലുണ്ടല്ലോ കുഞ്ചിന്റെ അങ്ങനെ അന്തം വിടും. കണ്ണാടിയോ? അതെന്താ ചതനം? കുഞ്ചി പട്ടുസാരി എടുത്തിട്ട് മുഖത്ത് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് കണ്ണാടിയിൽ നോക്കി നോക്ക്. അപ്പൊ കുഞ്ചി വിചാരിച്ചു ഇതാരപ്പോന്ന്. ഞാന് നല്ലോണം സുന്ദരി ആകോ? പിന്നെ അതെന്തൊരു ചോദ്യാണ്. സുന്ദരാക്കിട്ട് തന്നെ ബാക്കി കാര്യമുള്ളൂ ഇവിടെ. അല്ല ഡോക്ടർ മാമി, നമുക്കൊരു ബ്യൂട്ടീഷ്യനെ വിളിച്ചെന്താ? അതിവിടെ അടുത്തുണ്ട് ചിന്നസി. എവിടെയാണ്? പെണ്ണിനെ നമ്മൾ അന്ന് വിളിച്ചില്ലേ, ആ ചേച്ചിനെ വിളിച്ചാ മതി. ഇച്ചും കുറച്ച് മേക്കപ്പ് ഇടണം, ഒന്നും കൂടി ഒന്ന് സുന്ദരനാവാനുണ്ട്. അല്ലെങ്കിൽ തന്നെ സൗന്ദര്യമുണ്ട്, എന്നാലും കുറച്ചും കൂടി. കുഞ്ഞപ്പ വേണ്ട വേണ്ട, സ്വയം പുകഴ്ത്തല്ലേ. കുഞ്ചി ഇനി ഞങ്ങളെ കുറച്ച് ചുവ മൈലാഞ്ചിയും ഒക്കെ സംഘടിപ്പിച്ചത് കേട്ടോ. ആദ്യം നമുക്ക് മൈലാഞ്ചി കല്യാണം നടത്താം. കുഞ്ച അങ്ങനെ പറഞ്ഞാല് എന്താ സാധനാവോ? കുഞ്ചിയെ ഇച്ചൊന്നും അറിയില്ല ഓല് പറയുന്നത്. ഓല് എന്താച്ച കാട്ടത്തെ. കുഞ്ച നമ്മളെ ആൾക്കാര് വരൂലേ? ഓലിക്ക് എപ്പോഴാ വരിക? ഓലിക്ക് വിളിച്ചാൻ വേണ്ടിട്ടേ മുപ്പേന് പോയിക്കുന്നു. മുപ്പേന് എന്തൊക്കെ കാട്ടി കൂട്ടാനാവോ അവിടെ പോയിട്ട്. നമ്മളെ മൂപ്പന്റെ ചുക്കട് ആ നമ്മളെ മൂപ്പന്റെ ചുക്കട് ഇവിടെ വന്നപ്പോ കുറച്ചൊക്കെ മാറിക്കോണു മൂപ്പന്. മുപ്പന് ഇപ്പൊ കുറച്ചൊക്കെ ശരി ആയിക്കുന്നു. അല്ലേ മൂപ്പത്തിയേ? ആ നിങ്ങളിങ്ങനെ എപ്പോഴും കാണുമ്പോഴല്ലേ അപ്പൊക്കെ ശരിയായിക്കണു. മൂപ്പന്റെ അടുത്ത് 2 ദിവസം അങ്ങോട്ട് നിന്നാ ശരിക്കും മനസ്സിലാകും മൂപ്പന്റെ സ്വഭാവം. നമ്മളെ മൂപ്പന്റെ ചുക്കട് നമ്മളെ മൂപ്പന്റെ ചുക്കട്. ചക്രവാണി, നമുക്ക് ഇനി എന്തൊക്കെ പണിയുണ്ട്? പ്രിയച്ചി, മൈലാഞ്ചി പ്രിയച്ചി ഇട്ടെടുക്കോ? മൈലാഞ്ചി പണിക്ക് ഞാനും ആമി മതി. ഞങ്ങൾ രണ്ടാളും പാടെ കുഞ്ചിരി കൈ നിറയെ മൈലാഞ്ചി ഇട്ടെടുക്കാം. അതിന് ഇനി പുറത്ത് നാളെന്ന് വിളിക്കണ്ട, അത് ഞങ്ങൾ ഏറ്റു. ഹായ്, അപ്പൊ ആ പണി കഴിഞ്ഞു, ഇനി അടുത്ത് നോക്കണം. അപ്പൊ കുഞ്ചി മൈലാഞ്ചി റാണി കൈയൊക്കെ റെഡിയാക്കി വെച്ചേട്ടോ. അതെന്താ സാധനൊന്നും ഇച്ച് അറിയൂല. അതൊക്കെ ഞങ്ങൾ റെഡിയാക്കി തരാം കുഞ്ചിയെ. കുഞ്ഞപ്പോ നമുക്കിനി ബൾബും പിന്നെ ഇതിനൊക്കെ അലങ്കരിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ? അല്ലെങ്കിലേ തത്രമാവേ നമുക്ക് ആളേൽപ്പിച്ച, അച്ഛനോട് പറഞ്ഞിട്ട് അതിനൊക്കെ ആളേൽപ്പിച്ച. നമ്മളെന്ത് ചെയ്ത് ശരിയാവൂല, കല്യാണല്ലേ. അതിനിപ്പോ ഇത്ര പെട്ടെന്ന് ആളെ കിട്ടോ? ഓലൊക്കെ വേറെ പണി ഏറ്റിട്ടുണ്ടാവൂലേ? ഓല് 2-3 ദിവസം മുന്നേ വന്ന് പറയണ്ടേ, എന്നാലേ നമുക്ക് ഇതൊക്കെ സെറ്റപ്പ് ആക്കാൻ പറ്റുള്ളൂ. ഇല്ലേ ഇന്റെ പൊന്നാരമ്മച്ചേ, നമുക്ക് ഇനി ബിരിയാണി വെക്കാൻ അരി വാങ്ങണം. എന്തൊക്കെ പണികളുണ്ട്. ബിരിയാണിക്ക് ഉള്ളി, തൈര്, പച്ചമുളക്, ഇഞ്ചി, എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങാൻ പോണ്ടത്. ഇതൊക്കെ എപ്പോ വാങ്ങിക്കൊണ്ടാണ്? അല്ല കുഞ്ഞപ്പോ, ബിരിയാണിക്ക് വേണ്ട മെയിൻ സാധനം പറഞ്ഞിട്ടില്ല. അതെന്താ ചിന്നസേ? പൊട്ടത്തി ചിക്കൻ വാങ്ങണം. ചിക്കൻ കുറേ കോഴിയോളം കൂടി പിടിച്ചോർന്നിട്ടേ നമ്മക്ക് അങ്ങനെ ശരിയാക്കാന്ന്. കാശാപ്പുകാരി ചിന്നു. കുഞ്ഞപ്പോ നമ്മക്ക് അച്ഛനോട് പോയി പറയാ, ഒരു പന്തക്കാരനെ ഏൽപ്പിച്ചാന്. പന്തലും തോരണങ്ങളൊക്കെ തൂക്കണ്ടതീന്. എന്തൊക്കെയാണ് ഈ കുട്ടികളൊക്കെ പറയുന്നത് കുഞ്ച? ഇച്ച് ഒന്നും മനസ്സിൽ ആവണില്ല. അല്ല പാത്തു, നമ്മക്കൊക്കെ ഡ്രസ് എടുക്കണ്ടേ നീ? പിന്നെ വേണ്ടേ ഡ്രസ് ഒക്കെ എടുക്കണം. അതിനൊക്കെ പിന്നെ സമയമുണ്ടോ? ഒക്കെ കൊട്ടി പറഞ്ഞ് ചെയ്യേണ്ടി വരും. തങ്കമ്മേ, നമുക്കൊക്കെ ഡ്രസ് എടുക്കണ്ടേ നീ? എന്തൊക്കെ പണികളുണ്ട്. അതൊക്കെ ഇനിയിപ്പോ നടക്കുമെന്ന് തോന്നിയില്ല. ഇനിയിപ്പോ എപ്പോഴാ നമ്മള് തുണിപ്പീടിക്കൊക്കെ ഒന്ന് പോണത്? അത് ശരിയാണ് തങ്കമ്മ പറഞ്ഞത്. ഇനിയിപ്പോ അതിനൊന്നും സമയമില്ല. നമ്മക്ക് നമ്മളെ കയ്യിലുള്ള പുതിയ ഡ്രസ് തന്നെ ഇടാം. പിന്നെ അതുമല്ല പോരാത്തതിന് ഇനിയിപ്പോ ഓണത്തിന് ഡ്രസ് എടുക്കാൻ പോണ്ടേ നമ്മക്ക് ഏതായാലും. അപ്പൊ ഇനി ഓണത്തിന് അങ്ങ് ഡ്രസ് എടുക്കാം. ഇപ്പൊ നമ്മളെ കയ്യിലുള്ള പുതിയ ഡ്രസ് ഇട്ടാ പോരെ ഈ കല്യാണത്തിന്? മക്കളെ, നമ്മക്ക് കുഴപ്പമൊന്നും ഉണ്ടാവൂല. പക്ഷെ എങ്ങനെയുണ്ടല്ലോ, ആ തക്കട് ഭാവി ചിന്നൊക്കെ സമ്മതിച്ചു. അത് ശരിയാ, ആർക്കില്ലെങ്കിൽ ഓൾക്ക് ഡ്രസ് വേണ്ടി വരും. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എടി തക്കട് ഭാവി, ഇത് ഇങ്ങനത്തെ ഡ്രസ് എടുക്കണത്? നിങ്ങൾ ഇങ്ങനെ എടുത്തെടുത്താലും മണില്ല. എനിക്ക് നല്ലൊരു പെയിന്റും ഒരു ഷർട്ടും എടുക്കണം. അയ്യടാ, ഇതൊക്കെ എന്തിനു കുഞ്ഞപ്പോ വെറുതെ പെയിന്റ് എടുക്കണത്? ഇപ്പൊ നോക്കിയാൽ ഈ ഒരു മുക്കാ ടൗസർ ഇട്ടും കൊണ്ട് നടക്കുവാന്. ഇജ്ജി ഇന്റെ ടൗസർ മുപ്പാൻ കണ്ടിട്ടേ ഇജ്ജ് അങ്ങനെ അസൂയപ്പെടുന്നു വേണ്ടട്ടോ. അത് അസൂയാണ് അസൂയ. പിന്നെ അന്റെ പൊട്ട ടൗസറും ഷർട്ടും കണ്ടിട്ടില്ല ഇപ്പൊ അസൂയ ആവണത്. ഇജ്ജ് അതിനേക്കാൾ നല്ല അടിപൊളി ഉടുപ്പുണ്ട് കേട്ടോ. മതി മതി നിർത്ത്. നിങ്ങൾ രണ്ടാളിപ്പോ തല്ലൂടാനായിട്ട് നിന്നിക്കാണ്. നമുക്ക് അതൊന്നല്ല, ഇപ്പൊ ഇവര് കല്യാണത്തിന്റെ കാര്യം ചർച്ച
കൊടുക്കേണ്ടി വരും. ഓൾക്ക് ഒക്കെ കാണിച്ചു കൊടുക്കേണ്ടി വരും. ഒന്നും ഓൾക്ക് അറിയില്ല കാരം. അല്ല പാത്തു, ഇനിയിപ്പോ ബിരിയാണിക്കുള്ള അരി അങ്ങനെ ഒക്കെ വാങ്ങണ്ടേന്നോ? അതൊക്കെ തന്നെയല്ലേ മെയിന്. ഇനി അതിനൊരു ബില്ല് അങ്ങോട്ട് ഇടണം. ഞാനേ ആ കാതർക്കല്ല വെപ്പേർന്ന്, അയാളൊന്ന് പോയി കാണട്ടെ. ആ, അയാളെ കണ്ടിട്ട് എന്തൊക്കെ സാധനത്തിനുള്ള ബില്ല് വാങ്ങിക്കോ. എന്നിട്ട് നമുക്ക് അതിനനുസരിച്ച് സാധനങ്ങളൊക്കെ കൊടുന്നേക്കാലോ ബിരിയാണി ഉണ്ടാക്കാനായിട്ട്. അല്ല രമേ, ബിരിയാണി നല്ലത് ഫ്രൈഡ് റൈസാ നല്ലത്? അതിപ്പോ എന്തായാലും കുഴപ്പമൊന്നുമില്ല. ബിരിയാണിയാണ് ഇച്ച ഒന്നും കൂടി ഇഷ്ടം. അനക്കെന്താ ഇഷ്ടം? നമ്മൾ രണ്ടാളും ഇഷ്ടം മാത്രം നോക്കിട്ട് നടക്കോ? എന്താ രമേജി പറയണത്? അല്ല കുഞ്ചേ, എന്താ നല്ലത് ഭക്ഷണത്തിന്? നമുക്ക് നല്ലൊരു ബീഫ് ബിരിയാണി തന്നെ ആക്കാം. ചിക്കൻ ചില്ലി വേണം. അതിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. ചില്ലി എന്തായാലും വേണം. പായസം വേണം. അവിടെ നിന്ന് ഇങ്ങനെ ഓരോന്ന് ആവശ്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. കുഞ്ച, ഓല് എന്തൊക്കെയാണ് പറയുന്നത്? ഇച്ചാണെങ്കിൽ ഒന്നും മനസ്സിലാവണില്ല. കുഞ്ചിന് എന്തെങ്കിലും മനസ്സിലായോ? കുഞ്ചേ, ഞമ്മക്കിപ്പം മിണ്ടാതെ നിക്ക. അതപ്പം നല്ലത്. ഓല് എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. ബിരിയാണി വെക്കാന് ആരാ പാത്തോ നല്ലത്? ഇങ്ങനെ കുറെ ആൾക്കാർക്ക് വെക്കുമ്പോ പാത്തോനെ കൊണ്ട് സഹായിച്ചൂലല്ലോ. ഇനിയും കൊണ്ട് ഒറ്റയ്ക്ക് സഹായിച്ചൂല തങ്കമ്മേ. നമ്മക്ക് എല്ലാവർക്കും കൂടി കൊടുക്കാം. നമ്മക്ക് അവിടെ ഒരു കാതർക്കുണ്ട്, നല്ല ബിരിയാണി വെപ്പേന്നാണ്. ഇവിടെ ഉള്ളവരൊക്കെ കല്യാണത്തിന് അയാളെ അതിനെ വെച്ച നമ്മക്ക് കാതർക്കെങ്കി കാതർക്ക. നമ്മക്ക് ബിരിയാണി ഉഷാറായ പോരെ. ഞാനും നിന്നിക്കണോ കാതർക്കാട് ബിരിയാണി. അന്നൊരു കല്യാണത്തിന് പോയപ്പോഴേ കാതർക്ക് എത്ര ബിരിയാണി വെച്ചത്, നല്ല രുചി ഉണ്ടായിരുന്നു. കുഞ്ചി, ഇന്ന് പാത്രത്താട് ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ഉണ്ടായിരുന്നോ? ഞങ്ങള് ഇന്ന് തിന്ന സാധനാണോ പറയുന്നത്? ആ, അതന്നെ. അത് എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടായോ? ഇച്ച് നല്ലോണം ഇഷ്ടായിക്കണു. ഞാന് നല്ല പോലെ തിന്നിക്കണു. കുഞ്ചിന് ഇഷ്ടായില്ലേ പാത്രത്താട് ബിരിയാണി? ഞാനും നല്ലോണം തിന്നിക്കുന്നു. ചിഞ്ഞോ, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനത്തെ ബിരിയാണിയാണ് നിങ്ങൾ കല്യാണത്തിന് വെക്കുന്നത്. അല്ല ചക്രവാണി, പിന്നെ അതിനേക്കാൾ അടിപൊളി ബിരിയാണി ഒക്കെ ഇവിടെ. പിന്നെ പായസം വേണ്ടേ? പായസം വേണോന്നോ? പായസം എന്തായാലും വേണം. കുഞ്ച, ഈ ജോലി പറയണതൊന്നും മനസ്സിൽ ആവണില്ല. മീനു, നമ്മൾ ഓൾക്ക് എന്ത് പണി കൊടുക്ക പറ മീനു. മിണ്ടാതിരിക്കടി. ആദ്യം ഓൾ എന്താ ചെയ്യണം നോക്ക, എന്നിട്ട് നമുക്ക്